രാവിലെ നമ്മൾ സായി തള്ളു ഉറങ്ങിയിരിക്കുകയാണ്. തള്ളു തുടങ്ങിയ സായിയുടെ വാക്കും കേട്ട് അഭിഷേകും ഫിജോയും നന്ദനയൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ ലൈവ് ഇപ്പം സംഭവിക്കുന്ന കാര്യങ്ങൾ. സായി പറയുന്നുണ്ട്, ജിൻഡോടുത്ത് ഞാൻ പറഞ്ഞു, എന്നെ ആക്രമിക്കാൻ വന്നാൽ ഞാൻ നിങ്ങൾക്കിട്ട് തരും, നിങ്ങൾക്ക് കപ്പ് ഞാൻ മേടിച്ചില്ല, നാറ്റിച്ച് കളയും എന്നൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ജിൻഡോ ഒന്ന് പേടിച്ചു പോയി എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ആ മണ്ടം വിചാരിച്ചിരിക്കുന്നത് ജിൻഡോയെ പറ്റിയാണ്. മണ്ടം വിചാരിച്ചിരിക്കുന്നത് പുറത്ത് ഭയങ്കര ഫാൻഫാണ്, അങ്ങേരാണ് നമ്പർ 1 എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞങ്ങനെ കളിപ്പിച്ച് വെച്ചേക്കുകയാണ് എന്നൊക്കെയാണ് ഫായ് പറയുന്നത്. ഫായിയുടെ ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പുറത്തേ ഇതിൻ്റെ വ്യക്തമായ ധാരണയുള്ളവർ നമുക്ക് ചിരിയാണ് വരുന്നത്. ഈ ഫായ് പറയുന്നുണ്ട്, എന്നോട് കളിക്കാൻ വന്നാൽ അവനെ കളി പഠിപ്പിച്ചു വിട്ടവൻ്റെ അപ്പനാണ് ഞാൻ പണി തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങിയതാണ്. ഈ 80 ദിവസം കഴിഞ്ഞിട്ടും പണി തുടങ്ങാത്ത ഈ ഫായി പ്ലാനിങ്ങുമായിട്ട് വീണ്ടും ഇങ്ങനെ ഇരിക്കുക. ഭയങ്കര തള്ളാണ്. ഈ തള്ളൊക്കെ കേട്ടുകൊണ്ട് അഭിഷേകിനെ ഇത് ഏകദേശമൊക്കെ മനസ്സിലായി. ഫിജോ നന്ദനയാണ് പാവം. സത്യം പറഞ്ഞാൽ നന്ദന ഇതിനകത്തെല്ലാം വഴിപ്പെട്ടു പോവുക. നന്ദനയെടുത്ത് ഇന്നലെ ജിൻഡോ പറഞ്ഞു, നീ ഒറ്റയ്ക്ക് കളിക്ക്, നീ ആരെയും വിശ്വസിക്കാൻ പാടില്ല, എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്, എല്ലാവരും ജയിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്, നീ ഒറ്റയ്ക്ക് കളിച്ചാൽ മാത്രമേ നിനക്ക് ജയിക്കാൻ പറ്റൂ, നീ ആരുടെയും ചൂട് വെച്ച് പോകാതെ എന്നൊക്കെ നന്ദനയോട് ജിൻഡോ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അപ്പം ഫായി പറയുന്നത്, ഞാൻ അത് ചെന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞു എന്ന്. അപ്പം ജിൻഡോ പറഞ്ഞു, ഞാൻ ആരുടെ പേരെടുത്ത് പറഞ്ഞില്ല, അവൾ ഒറ്റയ്ക്ക് കളിക്കട്ടെ, അവളെ എന്തുവിനെ നിങ്ങൾ വീട് വെക്കണം പെട്ടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവളെ ഗെയിമിൽ നിന്ന് കളയുന്നത്, അതല്ലേ സത്യമുള്ള കാര്യമല്ലേ? ഇത് പറഞ്ഞ് നന്ദനെ ഗെയിമിൽ നിന്ന് കളയുന്നത്, നന്ദനെ പെട്ടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുണ്ടാക്കിയത് നമ്മുടെ ഫായിയും ഫിജോയും തന്നെയാണ്. അഭിഷേകവും ഒക്കെ ഉണ്ട്. നന്ദനയ്ക്ക് പെട്ടി കൊടുക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം ബിഗ് ബോസ് അറിയുന്നുണ്ടെന്നുള്ള. അപ്പം പെട്ടിയുടെ കാര്യത്തിൽ ചിലപ്പം പണപ്പെട്ടി തന്നെ കൊടുത്തില്ലെന്ന് വരും. അപ്പം നന്ദനയ്ക്ക് വീട് വെക്കണം, അതിലൂടെ ഒരു ഫലതാപം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഇത് ആദ്യം തൊട്ടേ ഇത് പറയുന്നതാണ്. ഇപ്പം ഇതൊരു വെറുപ്പിക്കലായിട്ട് മാറിയിട്ടുണ്ട്. ഇവർ പ്ലാൻ ചെയ്ത് സത്യം പറഞ്ഞാൽ നന്ദനെ ഈ ആഴ്ച പുറത്താക്കും എന്ന് തന്നെയാണ്. നന്ദനയ്ക്ക് ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം നന്ദനയോട് ദേഷ്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ കമൻറ്റുകളൊക്കെ വായിച്ചാൽ അറിയാൻ മനസ്സിലാവും. അത് യഥാർത്ഥ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫായിയും ഫിജോയും കൂടെ ചെയ്യുന്ന കാരണങ്ങൾ തന്നെ, ആ കാര്യങ്ങൾ തന്നെ ജിൻഡോ പറയുന്ന കാര്യങ്ങൾ തന്നെ നന്ദനയ്ക്ക് നല്ല രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. നീ ആരെയും വിശ്വസിക്കണ്ട, ആരും എല്ലാവരും ചതിക്കും, എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടിയാണ്, നീ എന്നെപ്പോലും വിശ്വസിക്കരുത് എന്ന് പറയുന്ന ജിൻഡോയെ നമുക്ക് കാണാം. അതെല്ലാം തന്നെ ഫായിയോടും ഫിജോയോടും ചെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവർ പറയുന്നത് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ തള്ളാണ് തീരെ സഹിക്കാൻ വയ്യാത്തത്. ജിൻഡോയുടെ അപ്പനായി, ജിൻഡോയെ പണി പഠിപ്പിച്ചവൻ്റെ അപ്പനായിട്ട് ഫായി വരും. എൻ്റെ ഫായി ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും മെയ്യാനെങ്കിൽ ഒന്ന് ചെയ്യേ, എന്തെങ്കിലും വാ തുറന്നൊന്ന് ചെയ്യേ എന്നാണ് എനിക്കിത് കണ്ടപ്പം തോന്നിയത്. സത്യം പറഞ്ഞാൽ അഭിഷേക് പറയുന്നുണ്ട്, എന്നോടായാലും വേണമെങ്കിൽ കളിച്ചോട്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നന്ദനയ്ക്ക് 8ൻ്റെ പണി തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവർ പറയുന്നുണ്ട്, അപ്സരയും നമ്മളെ ശരണ്യൊക്കെ പുറത്താക്കിയ ജിൻഡോയുടെ കളിയാണ്. ജിൻഡോ പുറത്ത് ചില ഹിൻഡുകൾ കൊടുക്കും, അതിനനുസരിച്ചാണ് പുറത്ത് നീങ്ങുന്നത്. അതുപോലെ ഇപ്പോൾ ഈ പ്രാവശ്യം നന്ദനെ പുറത്താക്കാൻ വേണ്ടിയാണ് ജിൻഡോ തീരുമാനിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചാണ് ജിൻഡോ കളിക്കുന്നത്. അതിനനുസരിച്ച് ജിൻഡോ ചില ഹിൻഡുകൾ കൊടുക്കുന്നുണ്ട്, അതിനനുസരിച്ച് ജിൻഡോയുടെ ആൾക്കാർ നീങ്ങുമെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ സത്യം തന്നെയായിരിക്കും. ജിൻഡോയ്ക്കെതിരെ ആരെങ്കിലും ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ജിൻഡോ ഇഷ്ടപ്പെടുന്നവർ വോട്ട് ചെയ്യുമോ? ഇല്ല. അത് തന്നെയാണ് നന്ദനയ്ക്ക് ഇപ്പം സംഭവിച്ചത്. ജിൻഡോടൊപ്പം നിന്ന് കഴിഞ്ഞപ്പം ജിൻഡോ വോട്ടിംഗ് ഇല്ലാത്തപ്പം ജിൻഡോയുടെ വോട്ട് കിട്ടുമായിരുന്നു. ഇപ്പം ജിൻഡോയ്ക്ക് ആരെങ്കിലും പിടിച്ചു കെട്ടി പറയാൻ പറ്റുമോ? നന്ദനയ്ക്ക് വോട്ട് കൊടുക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. നന്ദന ജിൻഡോട് കാണിക്കുന്നതൊക്കെ ആ രീതിയിലുള്ള. അപ്പം ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവരാരും വോട്ട് ചെയ്യുകയില്ല. അതാണ് സത്യം. ഈ സത്യം മനസ്സിലാക്കാതെ ജിൻഡോയെ സത്യം പറഞ്ഞ ഒരു എന്താ പറയുന്നത്, ഭയങ്കര സ്റ്റാറാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫായിയും ഫിജോയും ഒക്കെ. ഇവരുടെ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം ഇതാണ്. ഇപ്പം ഫായി വിചാരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇരുന്നുണ്ട് ജിൻഡോയെ നാറ്റിക്കുമെന്ന് പറഞ്ഞാൽ പുറത്തെ കാര്യങ്ങളൊക്കെ അകത്ത് ഇടുമായിരിക്കും. അത് ബിഗ് ബോസ് സമ്മതിക്കുമോ? പുറത്തെ കാര്യങ്ങളൊക്കെ അകത്ത് പറയാൻ പോവുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഫായിയെ പറ്റി പലതും പറയാൻ കാണും. ഇങ്ങനെ തള്ളടിക്കുമ്പം കുറച്ചടിക്ക് ഫായി, ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.